മിസൈലൊന്നും ഇല്ല വിചാരിക്കുന്നു. ഇതാട്ടോ ഇവിടുത്തെ വലിയ ജിമ്മന്മാര്. എങ്ങനെയുണ്ട്? മീശൊക്കെ ഉണ്ടല്ലോ എങ്ങനെ. ഹലോ ഗായ്സ്, എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫസ്റ്റ് വ്ളോഗാണിത്. എന്താവോ എന്തോ പഠിച്ചോങ്കറിയാം. വ്ളോഗ് ഇന്നെടുക്കാം നാളെ എടുക്കാമെന്ന് അങ്ങനെ നീണ്ട് പോയി. ഇപ്പം എന്നാണിപ്പോൾ എടുക്കണത്. അത് നീണ്ടു പോകാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സാഹചര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ടായിരുന്നു ഇത്രയും ദിവസം 4-5 ദിവസം ഞാൻ ജിമ്മ് ലീവായിരുന്നു. അപ്പോൾ മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സൈക്കിൾ ചെയ്തിട്ടാണ് ഞാൻ ജിമ്മിൽ എത്തൽ. അപ്പോൾ വെറുതെ ഒരു റിസ്ക് എടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. പിന്നെ ഇന്നിപ്പോൾ ഒരു അൽഹംദുലില്ലാ കുഴപ്പമില്ല, സാഹചര്യം ഓക്കെയാണ്. അന്തരീക്ഷത്തിൻ്റെ മട്ടും പോകാൻ കണ്ടിട്ടൊക്കെ ഓക്കെയാണ്. പോയി നോക്കാം ഇൻഷാ അല്ലാഹ്. മിസൈലൊന്നും ഇല്ല വിചാരിക്കുന്നു. അല്ലാ, വല്ലാത്തൊരു അനുഭവമായിപ്പോയത്. യു എയിലുള്ള പ്രവാസികൾക്ക് മനസ്സിലാവും, നാട്ടിലുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പിന്നെ നിങ്ങളെന്താ പറയുക, നിങ്ങൾ ഈ ന്യൂസിൽ കാണണമെന്നും നമ്പാൻ നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഷൂ ഒക്കെ ഇട്ട് സെറ്റായി പോകുമൊക്കെ. ഇതെന്താ പറയുക, മത്തനാണിത്. എന്താ പറയുക, സാധനം ഉണ്ടാവണ്, ആൾക്കാർ എടുത്തുകൊണ്ടുപോകണം. ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല എന്നാൽ. പിന്നെ ഒരു സാധനം കൂടി ഉണ്ട്, കാവലാണിത്. പിന്നെ ഒരു അടിപൊളി സാധനം കൂടി കാണിച്ചിട്ടൊക്കെ, വെറൈറ്റി ഫുള്ള് പോഷകാഹാരങ്ങളാണ് ഇവിടെ ഉള്ളത്. എങ്ങനെയുണ്ട്? വെജിറ്റേറിയൻ. ഇത് ഇവിടെ ക്യാമറ ഒക്കെ ഉണ്ട് കേട്ടോ, ഉണ്ടോ? ക്യാമറ ഒക്കെ ഉണ്ട്. ഇത് കട്ടുണ്ടാവണം, കുറച്ച് ടീംസ് ഉണ്ട് ഇവിടെ ക്യാമറ ഒക്കെ വെച്ചിട്ടാകും. ഇത് കണ്ടോ, ഫുള്ള് ഐറ്റംസ് ഉണ്ട് ഇവിടെ. ഇതാണ് നമ്മളെ ലോകം, ഇതാണ് നമ്മളെ പേടകം. ഇതിലാണ് നമ്മൾ ജിമ്മിൽ പോക്ക്. കൊല്ലങ്ങളായിട്ട് ഇതിൽ തന്നെ ഇങ്ങനെ തന്നെ പോക്ക്, സൈക്കിൾ ചെയ്തിട്ടാണ് പോക്ക്. അപ്പോൾ ഇനിയിപ്പോൾ വീഡിയോ എടുത്തുകാണ്ട് സൈക്കിൾ ചെയ്ത് നടക്കില്ല. പിന്നെ ഇവിടുത്തെ സാഹചര്യം വളരെ മോശമായതുകൊണ്ടും വീഡിയോ എടുക്കൽ പോസിബിളല്ല, പുറത്തുള്ള വീഡിയോ. അപ്പോൾ ഇനിയും കുറച്ചും കൂടി ഉണ്ട്. ഇപ്പം തന്നെ ആകെ കുഴങ്ങി. ഇനിയിപ്പോൾ ഒരു 2 കിലോമീറ്ററോ ഉണ്ടാവും തോന്നണേ. അപ്പോൾ ഇപ്പം തണുപ്പായതുകൊണ്ട് കുഴപ്പമില്ല, സൈക്കിൾ ചെയ്യാൻ ഓക്കെയാണ്. പക്ഷേ ഇനി ചൂടൊക്കെ വരുന്ന ടൈമിലാണ് വിഷയം. ആ ചൂട് കാറ്റൊക്കെ ഇവിടെ അടിക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് സൈക്കിളിൽ പോക്ക്. പക്ഷെ എന്നാലും നമ്മളെങ്ങനെയൊക്കെ ജിമ്മിലെത്തും കേട്ടോ, അത് വേറെ കഥ. അപ്പോൾ നമ്മൾ ജിമ്മിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അത് കാണുന്നതാണ് ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന ജിമ്മ്. അപ്പോൾ നമ്മൾ സൈക്കിൾ സുരക്ഷിതമായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ജിമ്മിൽ കയറാം. ഓക്കെ. ഇന്ന് അടിച്ച് പൊളിക്കൊന്നുമില്ല, കുറച്ച് ദിവസമായപ്പോൾ ലീവ്. അപ്പം മിക്സർ കളിക്കാം. ഇതാണ് നമ്മൾ ജിമ്മ്. ഓക്കെ, ഇതാണ് നമ്മളെ ട്രെയിനർ. സുഖല്ലേ? സുഖം. ഇതാണ് നമ്മളെ ഒരു ട്രെയിനർ, ഷാഹുൽ ഖാ. അസ്സലാമു അലൈക്കും. സുഖല്ലേ? ഹായ്. ഇതാട്ടെ നമ്മളൊരു കോച്ച്. പേരെന്താണ്? ഫർസീന എന്നാട്ടോ പേര്. ഇതാണ് എൻ്റെ ലോക്കർ. ഇതിലെന്തൊക്കെയുണ്ടെന്ന് അറിയാം. ഇതിലില്ലാത്ത സാധനങ്ങളില്ല. ഇതാണ് നമ്മളെ മെയിൻ ഐറ്റം. പക്ഷേ നമ്മളിപ്പോൾ അങ്ങനെ യൂസ് ആക്കലില്ല. ഓൾറെഡി കോഫി എടുത്തിക്കണേ. ഇതിങ്ങനെ തുറന്ന് വെക്കും. ഇനി ഒന്ന് ഫ്രഷ് ആവണം, മുഖമൊക്കെ കഴിക്കണം, അത്രയും വന്നതല്ലേ. അപ്പോൾ ഒന്ന് ലേറ്റായിട്ട് വർക്കൗട്ടുള്ളൂ, ഇത്രയും ദിവസം സ്കിപ്പാക്കിയല്ലേ. അപ്പോൾ അങ്ങനെ ഓവർ വർക്കൗട്ടൊന്നുമില്ല. മിക്സറാണ് കളിക്കണേ. എന്താ സാധനം? ഫ്രീ വർക്കൗട്ട്. കുറച്ച് തരും, തരും. വേണ്ട,
ഇതാട്ടോ ഇവിടുത്തെ വലിയ ജിമ്മന്മാർ. മനസ്സിലുണ്ടോ? ഇത് വേറെ ജിമ്മൻ. ഇവര് രണ്ടാളും ട്രെയിനർമാർ. നമ്മളെ കൂട്ടൂല കളിക്കാനായി. ഭയങ്കര മസിലാണ്. മെയിൻ ആളാണ് സൂണ് പറഞ്ഞ ആള്. ഇവ രണ്ടാമത് മൂന്നാമത് ഇത്തിരി കൂടി ഉണ്ട്. ആ മൂലൊക്കെ പോയി ഇവന്റെ ബർത്ത്ഡേ ആട്ടോ എല്ലാവരും വിഷ് ചെയ്തുകൊണ്ട്. ഇവന്റെ ബർത്ത്ഡേ ആണ്. ഗേൾ ഫ്രണ്ട് എനിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഞാൻ കാണിച്ചല്ലേ. ഓ ശിവ, ഇതാണ് നമ്മൾ ശിവ കേട്ടോ. ശിവ ഭയങ്കര പണിയില്ല. ശിവനൊരു പാർട്ണറുണ്ടായിരുന്നു. വർക്കൗട്ട് കഴിഞ്ഞു പോവാണ്. ജിമ്മത്തെ അധികം വീഡിയോ കാണിക്കാത്തതെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു സോങ് ഉണ്ടായത് കോപ്പിറൈറ്റ് അടിക്കും. അതുകൊണ്ട് പിന്നെ ഇൻഷാ അല്ലാഹ് ജിമ്മത്തെ ഒരു വർക്കൗട്ട് വീഡിയോ ചെയ്യണം. നമ്മളെ ഇതായിരുന്നു വലിയ സാധനം ചെറുത്. കുറച്ച് പണിയാണ്. കടച്ചോണ്ട് ഇത് പേനെടുക്കുക. പുറത്തുള്ള കാറ്റാണ് കേട്ടോ. ഭയങ്കര കാറ്റാണ്. ഇതൊക്കെ പിന്നെയും സഹിക്കാം. ഈ പൊടിക്കാറ്റും ചൂടും കൂടി വരുന്നൊരു ടൈമുണ്ട്. അതായത് എന്താ പറയുക, ചൂടുണ്ടാവും, എന്നുവെച്ചാൽ പൊടിക്കാറ്റും ഉണ്ടാവും. അപ്പോൾ കണ്ണുക്ക് ഇങ്ങനെ ചൂടിങ്ങനെ അടിക്കുമ്പോൾ ഇതൊക്കെ കിളി വാറും. ഓണ വൈക്ക് ഇവിടെ ഒന്ന് കയറൽ നിർബന്ധം. എന്താണ് അവസ്ഥ? ഉണ്ടോ വെയിറ്റ് ചെയ്യാം. ഇതാണ് ഇവിടുത്തെ കഥ. ഇതൊക്കെ നിറച്ച് പൊരിക്കില്ല. എന്തെങ്കിലുമൊക്കെ ഫുഡ് ഇതേമാതിരി കിട്ടും. അത് വന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും. എന്താ അലീസൻ കിട്ടിയാ? എന്ത് മതി? ആപ്പോ ചിക്കൻ സമൂസ. അപ്പം വേറൊരു ഡയറ്റൊന്നുമല്ല. വീട്ടിൽ എന്താണ് അതൊന്നും ഡയറ്റൊക്കെ നോക്കാം. ഇൻഷാ അല്ലാഹ് തുടങ്ങാം. കൂടുതൽ തിന്നല് കേട്ടോ. ഒന്ന് രണ്ടെണ്ണം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റ് വിശന്നാന്ന് തോന്നുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്. അതേവരെ ഏതാ അറബിയെന്നാണല്ല ഒക്കെ നമ്മൾ തന്നെ. നല്ല രസമുണ്ട്. ഇതൊന്നും പൈസ കൊടുത്ത് മേടിച്ചല്ലോ, വെറുതെ കിട്ടിയാ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാ ഞാൻ കഴിക്കാരനെന്ന്. ഏതാ ഫുഡ് വരാണ്ടല്ല. അയാൾ വെയിറ്റ് ചെയ്ത് നിൽക്കണം. എന്താ നോക്കാം. ഇത് രസമുണ്ട്. അടിയിൽ ഇങ്ങനെ എത്തുമ്പോൾ ഇങ്ങനെ സ്വണ്ടാക്കാൻ. പ്രത്യേക രസമാണ്. ചങ്ക് പോയിപ്പം തന്നെ. ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല. ഇതിങ്ങനെ ഓരോരുത്തരിങ്ങനെ കൊണ്ടുത്തരും. മധുരമാണ്. അതുകൊണ്ട് നമ്മൾ ഇതന്നില്ല അതിനില്ല. വേണ്ട അടക്കൂല. മീശൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ. അപ്പോൾ കാത്തിരിപ്പിനൊടുവിൽ ഞമ്മക്ക് ഫുഡ് കിട്ടി. എന്താന്ന് നോക്കാം. തുറന്ന് നോക്കാം. വൗ, അൽഹംദുലില്ലാ ബിരിയാണി. ഈ സെറ്റപ്പിൽ ഇരുന്നിട്ട് കഴിക്കാൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഒന്നാമത് പുറത്ത് നല്ല കാറ്റുണ്ട്. പിന്നെ റൂമിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ കിടന്നുറങ്ങുന്നവരുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് ഇട്ടിട്ട് അവർ എണീക്കണ്ടല്ലോ. ഞാനങ്ങനെ ഇവിടെ നിന്ന് പുറത്തുനിന്ന് തന്നെ കഴിക്കൽ. പിന്നെ പുറത്തുനിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഷോപ്പിൻ്റെ ഉള്ളിൽ നിന്ന് ഇരുന്ന് കഴിക്കണത്. അപ്പോൾ അതാണ് നമ്മളെ അവസ്ഥ. അപ്പോൾ
കഴിക്കാം. ഇതേമാതിരി ഇപ്പോൾ എന്നും ഇങ്ങനെ ഫുഡ് കിട്ടും, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കിട്ടും. അതുകൊണ്ട് ഒരു നേരത്തെ ഫുഡിന് വല്ല ചിലവൊന്നുമില്ല. നല്ല രസമുണ്ട്. ഒരു ചിക്കൻ പീസ തോന്നുന്നത്. പിന്നെ പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ആൾക്കാർ വിചാരമുണ്ട്, ഇപ്പം ഞാനിപ്പോൾ നോമ്പായതുകൊണ്ട് അങ്ങനെ ഡ്യൂട്ടി ടൈം കുറവാണിപ്പോൾ. അല്ലെങ്കിൽ ഒരു 11-12 മണിക്കൂറൊക്കെ ഉണ്ടാവും ഡ്യൂട്ടി. ഏകദേശം ഒരു 11:30-12 മണിയൊക്കെ ആകുമ്പോൾ ഷോപ്പിൽ നിന്ന് ഇറങ്ങണം രാത്രി. എന്നിട്ട് ജിമ്മിന് അവിടെ ഒരു 12:30 ആകുമ്പോൾ അവിടെ എത്തി. പിന്നെ വാമ്പ് കഴിഞ്ഞ് വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനൊരു ചിലപ്പോൾ 2:30 ആവും ജിമ്മിൽ നിന്ന് ഇറങ്ങണമെങ്കിൽ തന്നെ. അവിടെ നിന്ന് അതേമാതിരി തിരിച്ച് ഇതേമാതിരി സൈക്കിളിൽ ചവിട്ടിയിട്ട് ഇവിടെ എത്തി ഫുഡൊക്കെ കഴിച്ച് കിടക്കുമ്പോഴത്തേന് എന്തായാലും ഒരു സുബൈ ബാങ്ക് അനുസരിച്ചിട്ട് ഞാൻ കിടക്കൽ. സുബൈ ബാങ്ക് ഇപ്പോൾ കൊടുക്കൽ ഇതാട്ടെ, നോമ്പായതുകൊണ്ട് അത്താഴം തന്നെയാണ്. എന്താ പറയുക, സുബൈ ബാങ്ക് ഇപ്പോൾ കൊടുക്കൽ 5:15, 5:18, 5:20 അങ്ങനെ എന്തോ ഒരു ടൈമാണ്. അപ്പോൾ എന്തായാലും സുബൈ സ്കീച്ചിട്ട് ഇപ്പോൾ കെടുക്കുള്ളൂ എന്തായാലും. കഴിയുമ്പോൾ സുബൈ ഇങ്ങനെ കുറഞ്ഞ് വരും. അതൊരു എന്താ പറയുക 4 മണി വരെ എത്തും. 3:50 വരെ സുബൈ ബാങ്ക് കൊടുക്കുന്ന ടൈമുണ്ട്. അപ്പോൾ സുബൈ ബാങ്ക് എപ്പോഴാണ് കൊടുക്കുന്നതനുസരിച്ച് ഞാൻ നേരത്തെ കിടക്കും. ഞാനിപ്പോൾ എന്തായാലും ഇപ്പോൾ ടൈം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 4 മണി ആയിക്കണ്. സാധാരണ ഈ ടൈമിലൊന്നും അല്ല ഫുഡ് കഴിക്കൽ. സാധാരണ 2:30 ആകുമ്പോൾ അവിടെ നിന്ന് ജിമ്മിൽ നിന്ന് ഇറങ്ങി ഒരു 3:30 ആകുമ്പോഴത്തേന് ഞാൻ എന്തായാലും ഇവിടെ എത്തി ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടാവും. പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റാക്കി എടുക്കുമ്പോഴത്തേന് ഞാൻ പറഞ്ഞില്ലേ 5 മണി 5:30 ഇപ്പോൾ 6 മണിയൊക്കെ ആവും. എന്നിട്ട് എണീക്കൽ 12 മണി 11:30-12 മണി ടൈമിലാണ് എണീക്കൽ. പിന്നെ കുഴിച്ച് മാറ്റി നേരെ ഷോപ്പിൽ പോരും. ഇതാണ് നമ്മളെ അവസ്ഥ. ഇപ്പം ഞാൻ ചില ആൾക്കാർക്ക് അറിയാം, എൻ്റെ ഫ്രണ്ട്സുള്ളവർക്കൊക്കെ അറിയാം എങ്ങനെ പോണ്, ജിമ്മിന് എങ്ങനെ പോണ്, അങ്ങനെയൊക്കെ അറിയാം. ചില ആൾക്കാർക്ക് അറിയില്ല. ആ ഒരു വിചാരം എനിക്ക് വലിയ എന്തോ പണിയാണ്. പണി ചെറിയ പണിയാണ് കേട്ടോ, വേറെ കഥ. വലിയ എന്തോ പണിയാണ്. ഗൾഫിലൊക്കെ എനിക്ക് ഡെയിലി ജിമ്മിനൊക്കെ പോകാൻ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആൾക്കാരെന്നല്ല, നിൻ്റെ അവസ്ഥ അറിയാത്ത കുറച്ച് ആൾക്കാർ വേണ്ടില്ല. അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ ജിമ്മിന് നോക്ക്. നമ്മളിപ്പോൾ എല്ലാ സാഹചര്യം ഇപ്പോൾ ഒത്തു വരണമൊന്നുമില്ലല്ലോ. ജിമ്മിന് പോകാനും പിന്നെ ഇവിടെ ഫുഡിന് നല്ല എക്സ്പെൻസാണ്. നിങ്ങളൊക്കെ തട്ടിമുട്ടിയൊക്കെ പോവും. ഞാൻ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു 2-3 മണിക്കൂറൊക്കെ ഫോണിൽ വരുന്ന ടൈമുണ്ട്. എന്നിട്ടേ കിടക്കുള്ളൂ. ഞാനങ്ങനെ കിടക്കലുള്ളൂ. ഒട്ടുമിക്ക ആൾക്കാർ അങ്ങനെ തന്നെയാണ്. വേണ്ട 2 മണിക്കൂർ 3 മണിക്കൂറൊന്നും വേണ്ട, ഒരു മണിക്കൂർ മതി ശരിക്കും പറഞ്ഞാൽ ജിമ്മിന് പോയി വരാൻ. ഇപ്പം ഞാൻ എൻ്റെ സാഹചര്യം ആയതുകൊണ്ട്, ഇങ്ങനെ സാഹചര്യം ആയതുകൊണ്ട് അത്രയും ലേറ്റ് ആവണം, അത്രേ ഉള്ളൂ. നമ്മൾ ടൈം ഉണ്ടാക്കലാണ്, ടൈം നമ്മളൊന്നും തേടിയല്ല. അപ്പോൾ ഇവിടെയുള്ള പ്രവാസികളോട് എനിക്ക് പറയാനുള്ളത് ഇതന്നെ, പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ പോവുക. വെറുതെ ഫോണുമ്പോൾ കുത്തിരുന്നിട്ട് വല്ല കാര്യമൊന്നുമില്ല. എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഗൾഫിലെത്തിയപ്പോൾ
നല്ലൊരു പണി. അത് ശമ്പളം കൂടുതലോ ശമ്പളം നോക്കിയിട്ടില്ല, പക്ഷെ ഒരു പണി. പിന്നെ ഒരു ജിമ്മിന് പോകാൻ പറ്റിയൊരു സാഹചര്യം. അൽഹംദുലില്ലാ കുറച്ചോനത് റെഡിയാക്കി തന്ന്. നമ്മൾ ബുദ്ധിമുട്ട് എന്ന് പറയാൻ ഇപ്പോൾ തണുപ്പായതുകൊണ്ട് സൈക്ലിങ് വലിയ ബുദ്ധിമുട്ടില്ല. പക്ഷേ ചൂടൊക്കെ ആകുമ്പോൾ നല്ല ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ അൽഹംദുലില്ലാ നമ്മൾ പോവും. പിന്നെ അതുമല്ല, പിന്നെ ശീലമായതുകൊണ്ട് ചൂട് വന്നാലും പിന്നെ മഴയൊക്കെ വന്നാലും ഇടയ്ക്ക് മഴയൊക്കെ പെയ്യും കേട്ടോ. ഇവിടെ ഒന്ന് ലീവൊക്കെ ആക്കലുണ്ട്. അതാണ് നമ്മളെ അവസ്ഥ. ഇതിപ്പോൾ റമദാനായത് നല്ല ഫുഡ് ഇടും. അത് കഴിഞ്ഞാലും ഫുഡ് കിട്ടലൊക്കെ ഉണ്ട്, പക്ഷേ ഇടയ്ക്കൊന്ന് സ്കിപ്പാവും. ഫുഡ് കിട്ടുന്നുണ്ടാവില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പുറത്ത് എന്തേമാരെയും കഴിക്കും, മേടിച്ച് കഴിക്കും. ആ മാസത്തിലൊക്കെ 2-3 പ്രാവശ്യമൊക്കെ ഇതേമാതിരി കിട്ടാതിരുന്നുണ്ടാവുള്ളൂ. അപ്പോഴൊക്കെ എന്തെങ്കിലുമൊക്കെ വല്ല ചാർക്കോളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് കഴിക്കും. ഇവിടുത്തെ ഇപ്പോൾ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ല, വല്ലാതെ അവസ്ഥ ഒന്നുമില്ല. വല്ലാതെ ഇപ്പോൾ ശാന്തമായിക്കണ്. പുറത്തൊക്കെ ഇറങ്ങി നടക്കാം. വാർത്തയിൽ കാണുന്ന മാതിരി ഒന്നുമില്ല ഇവിടെ ഒന്നും, അങ്ങനെ സീനൊന്നുമില്ല. പിന്നെ ഗവൺമെൻറ് അത്രയും കൂടെ നമ്മൾ നിൽക്കുന്നുണ്ട്. ആ ധൈര്യം കൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പുറത്തിറങ്ങി നടക്കുന്നത്. അപ്പം അങ്ങനത്തൊക്കെ എനിക്ക് പറയാനുള്ളത്. വീഡിയോ ഇപ്പോൾ വല്ല ലെങ്ത് ഉണ്ടോയെന്നോ ഓടോ എന്നൊക്കെ അറിയില്ല. ഇപ്പോൾ എന്തായാലും ഇപ്പോൾ ഇന്നിപ്പോൾ എഡിറ്റ് ചെയ്ത് നടക്കില്ല. ടൈമായി 4:30 ടൈമായി. പിന്നെ കുളിച്ചിട്ട് ബിസ്കറ്റിനാണ് എടുക്കുക. ഒറ്റയ്ക്ക് എടുത്തോ. പിന്നെ വേറെ എന്തോ ഒരു ജിമ്മിനെ കൊണ്ടുള്ള സുഖം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഗൾഫിലുള്ളവർക്ക് ഒട്ടുമിക്ക ആൾക്കാരും പല ചിന്തകളാണ്. അപ്പോൾ ഉറക്കം വരില്ല. ജിമ്മിന് പോകണതുകൊണ്ട് എനിക്കല്ല ഉറക്കം വരും. ഉറക്കമൊക്കെ തയ്യണില്ല. ഉറങ്ങിയിട്ട് മതിയാവണില്ല. അപ്പോൾ ക്ഷീണം കൊണ്ട് അങ്ങനെയാണ്ട് ഉറങ്ങും. എല്ലാം ചിന്തിച്ച് ഇങ്ങനെയാണ്ട് പോകണ്ട. ക്ഷീണം കൊണ്ടാണ്ട് ഒന്ന് കണ്ണടിച്ചാൽ മതി, അതുകൊണ്ട് ഉറക്കം വരും. അതാണ് എൻ്റെ കഥ. അപ്പോൾ ഞാനിതൊന്ന് കഴിച്ച് തീർക്കട്ടെ. ഓക്കെ, ഇൻഷാ അല്ലാഹ് എല്ലാവരും ദുആ ചെയ്യുക. ഇവിടുത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് തീരട്ടെ. എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഓക്കെ, ബൈ.